പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എങ്കിലും ഞങ്ങൾ അതേ നിലപാടിൽ നിന്ന് തുടരുകയാണ്. ഞങ്ങൾക്ക് പറയാം, തെരഞ്ഞെടുപ്പ് 23 കഴിയട്ടെ, 23 കഴിയട്ടെ. 23 വിജയരാഘവൻ ഉൾപ്പെടെയുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കുള്ള മറുപടിയാകും 23-ാം തീയതിയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കായിട്ട് പ്രത്യേകം മറുപടി വേണ്ടല്ലോ. പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇന്നും ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ 23-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കണക്കുകൾ ഞങ്ങൾക്ക് വരുന്നേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളുടെ അവസാന കണക്കുകൂട്ടൽ വരുമ്പോൾ ഞങ്ങൾ മുഴുവൻ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് ലീഡ് ചെയ്യാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഞങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിൻ്റെ ഏതാണ്ട് 5 മണിക്കുള്ള കണക്കനുസരിച്ച് 70.76 വന്നിട്ടുണ്ട്. പിന്നീട് 1 മണിക്കൂർ പോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ കണക്കുകളും ഇലക്ഷൻ കമ്മീഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും 1 മണിക്കൂറിനകം ഒരു 5-6% വോട്ട് പോൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ അത് 75-76 കഴിഞ്ഞ ആ തലത്തിലേക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യത വരുന്നുണ്ടല്ലോ. അത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഏതാ ഞങ്ങൾ ആദ്യം ഇവിടെ ട്രെൻഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട്. അത് UDF പ്രവർത്തകർക്ക് മാത്രമല്ല, LDFിനകത്തുള്ളവർക്കും അതുണ്ട്. അവരുടെ ഒരു പ്രതിഷേധം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ല, 15,000-ൽ താഴില്ല എന്നിടത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിന് മുകളിലേക്ക് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ കണക്കെടുക്കേണ്ടത്. ഇല്ല, ഞങ്ങൾ റീപോളിംഗ് ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പരമാവധി സുതാര്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സൗകര്യം ഒരുക്കുക, ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾ ഇതുപോലെ സഹകരിക്കുന്നു. നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ഇത്രയും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇത്രയും നല്ല രീതിയിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. അതൊരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾ പങ്കാളികളാവുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ലല്ലോ, വലിയ കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം എല്ലായിടത്തും പോളിംഗ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് ഒട്ടുക്കും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത്. തടസ്സം സൃഷ്ടിക്കലല്ല, മുന്നോട്ട് പോകാനുള്ള സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നമുക്കത് ഇനിയിപ്പോൾ ഏതായാലും പെട്ടിയിലായല്ലോ. 23-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു അതിനകത്ത് അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 23-ാം തീയതിക്ക് ശേഷം നമുക്ക് പറയാം. അതിനകത്ത് അതുവരെ ആർക്കെന്ത് വേണമെങ്കിലും പറയാം.